അസ്സലാമു അലൈക്കും. കുറേ ദിവസമായിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് വീഡിയോസ് ഇടാൻ ഭയങ്കര മടി. എന്താണെന്നറിയില്ല, വീഡിയോ എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോഴേക്ക് ഉറക്കം വന്നിട്ട് ആകെ ചടച്ചു പോവാം കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാനും തന്നെ ഒരു മൂഡ് കിട്ടണില്ല. അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ദിവസമായിട്ട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നതും വീഡിയോ ഇട്ടിട്ടും തന്നെ. ഇത് ഞാൻ വീട്ടിൽ പോയിരുന്ന ഒരു ദിവസത്തെ ഒരു വീഡിയോ എടുത്തതായിരുന്നു. രാവിലെ വെയിലൊക്കെ ആവണതിന് മുന്നേ മുറ്റത്ത് ഇതുപോലെ തീ പിടിപ്പിക്കും കേട്ടോ. അടുക്കളയിൽ അടുപ്പില്ലാഞ്ഞിട്ടല്ല, പക്ഷേ വേനൽക്കാലമായാലും ഉമ്മ അതേപോലെ മുറ്റത്ത് കത്തിക്കും. പുകയൊന്നും ഉള്ളിലേക്ക് പോകണ്ടല്ലോ വർഷക്കാലത്തു. എങ്ങനെയായാലും വർഷക്കാലത്ത് പുക ഉള്ളിൽ കയറും, പിന്നെ വേനൽക്കാലത്ത് പുകയും കൂടെ ഉള്ളിൽ കയറണ്ടല്ലോ പറഞ്ഞിട്ട് അങ്ങനെ മുറ്റത്ത് കത്തിക്കും കേട്ടോ. പിന്നെ കച്ചറ വറുകളൊക്കെ ഉണ്ടാവുമല്ലോ, പൊട്ടിക്കാൻ കഴിയാത്ത കൊള്ളികളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് കത്തിക്കുകയും ചെയ്യുക. അപ്പം അങ്ങനത്തെ വറകളൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുറ്റത്ത് അടുപ്പുണ്ടെങ്കിൽ അതിൽ തന്നെ കേട്ടോ സുഖം. എന്നാൽ പിന്നെ ഈ കച്ചറായിട്ടുള്ള മണ്ണ് പിടിച്ചിട്ടുള്ള വറകൊന്നും ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മളെ വീടിൻ്റെ ഉള്ളിൽ കച്ചറാവും ചെയ്യൂല, നല്ല ക്ലീനായിട്ട് കിടക്കും. അങ്ങനത്തെ വറക് കത്തി കഴിയുകയും ചെയ്യും ഇങ്ങനെ മുറ്റത്ത് അടുപ്പുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ മുറ്റത്തുള്ള അടുപ്പ്. പിന്നെ അതാ ചോറിന് അരിയൊക്കെ ഇട്ടിട്ട് തിളക്കലോ തുടത്തിക്കണ്. രാവിലെ 7 മണിക്ക് തന്നെ അരി ഇട്ട് കേട്ടോ. ഇപ്പോൾ 7 മണിക്ക് അരി ഇട്ടാലേ ഒരു 12 മണിയാകുമ്പോഴേക്കിന് വെന്ത് കിട്ടുള്ളൂ. നല്ല വേവുള്ള അരിയാണ്. 12 മണി 1 മണിയാവുന്ന വരെ നല്ലോണം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക തന്നെ വേണം, നല്ല വെന്ത് കിട്ടും കേട്ടോ. അതങ്ങനെ ആക്കും പോലെ കിടന്ന് വെന്തോളും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാവിലെ തന്നെ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഒരു 12 മണിയൊക്കെ ആവും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ സാവകാശം അങ്ങനെ അവിടെ കിടന്ന് വെന്തോളും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേവാനാവുന്ന ടൈം ആകുമ്പോൾ നോക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ വേവണ അരിയൊന്നും അല്ലല്ലോ, കുറേ ടൈം എടുത്തിട്ട് തന്നെ വേവുക. പിന്നെ മറ്റേ അടുപ്പത്ത് കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോൾ കടിയിൽക്കും ചോറിൽക്കും കൂടെ ഉള്ള കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. മീൻ നേരത്തെ കിട്ടിയിട്ടുണ്ട്. 7 മണിക്ക് തന്നെ മീൻകാരനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനും നേരത്തെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള മീൻ കറിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുട്ടിലേക്ക് മീൻ കറി നല്ല ഇഷ്ടമാണ് കേട്ടോ മക്കൾക്ക്. അതാണ് പിന്നെ ഒന്നാമത് നേരത്തെ തന്നെ കറി വെക്കാൻ കാരണം. എന്നാൽ പിന്നെ രണ്ടിൽക്കും കൂടെയുള്ള കറി ആവും ചെയ്തോളും. വെയിലാവണതിന് മുന്നേ അവിടുന്ന് എല്ലാ പണികളും കഴിച്ചിട്ട് കയറും ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ ഉമ്മ കുറച്ച് ഓല മുടഞ്ഞിട്ട് തടുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 4-5 തടുക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാനത് അടുക്കളനോട് ചാരിയിട്ടോ റൂമുണ്ട്, അതിൻ്റെ മുകൾക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. പകൽ നേരത്തെ ഈ റൂമിൽ ഇരിക്കാനൊക്കെ ഭയങ്കര ചൂടാട്ടോ. ഓടിങ്ങോട്ട് പതച്ചിട്ട് ആവി ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങും. മുകൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. ഉള്ളിലത്തെ 2 റൂമിൽ നല്ല തണുപ്പാണ്. പിന്നെ രാത്രി ഈ റൂമുകളിൽ കിടക്കാനായിട്ട് സുഖം, മുകൾക്ക് ഇല്ലാത്ത റൂമുകളിൽ കിടക്കാനാണ് സുഖം. ഓടിട്ട് വീട്ടിൽ അങ്ങനെയാണല്ലോ, മുകൾക്കുള്ള റൂമിലാണ് രാത്രി കിടക്കാനൊരു സുഖം ഉണ്ടാവാതിരിക്കുക. പക്ഷേ മുകൾക്ക് ഇല്ലാത്ത റൂമുകൾ രാത്രി കിടക്കാൻ നല്ല സുഖമായിട്ട് നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ ആ റൂമിൽ പകൽ നല്ല ചൂടാണ്. അപ്പോൾ ആ ഒരു ചൂട് കുറഞ്ഞ് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് തടുക്കിട്ട് കൊടുത്താട്ടോ. പിന്നെ ഇതാ ഞങ്ങളെ താഴത്തേത്തോടേക്ക് മാങ്ങ പെറുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അനിയൻ്റെ വീടിനെ തൊട്ട് ചാരിയിട്ടാണ് എരുമാവ് നിൽക്കുന്നത്. വീടിൻ്റെ ബാക്ക് സൈഡിലാണ്. കുറേ മാങ്ങകൾ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. ഒരു 10-25 മാങ്ങകളുണ്ട്. അതിൽ 4-5 കിട്ടിയാൽ കിട്ടി. ബാക്കിയൊക്കെ കൊത്തിയ മാങ്ങ കേട്ടോ. കാക്കകളും കിളികളൊക്കെ വന്ന് കൊത്തി തിന്നിട്ടുള്ള മാങ്ങകളാണ്. അതിൽ നിന്ന് ഒരു 4-5 ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുകയാണ്. ഈ കാണുന്നത് ഒരു ബാൽക്കണിയാണ് കേട്ടോ. ബാൽക്കണിയുടെ സ്റ്റെപ്പാണത്. പുറകുവശത്തേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് കേട്ടത്. ഇതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തിണ്ടൊന്നും ചാരിപ്പടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഡൈനിങ് ഹാളിൻ്റെ നേരെ പുറകിലാണ് ബാൽക്കണി ഉള്ളത്. ഇതേപോലെ മുകളിലും ഉണ്ട്. എനിക്ക് എപ്പോഴും വീട്ടിലേക്ക് നല്ലോണം കാറ്റ് കിട്ടണം, വെളിച്ചം കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ 2-3 ഭാഗത്തായിട്ട് ബാൽക്കണികളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മാങ്ങ നല്ലതാണെന്ന് നോക്കിയിട്ട് എടുത്താൽ കേട്ടോ. പക്ഷെ പൊന്തിച്ച് നോക്കുമ്പോൾ അടിഭാഗം കൊത്തിയിട്ട് കിടക്കുകയാണ്. ചിലപ്പം കൊത്തിയതാവില്ല, ഇങ്ങനെ ഉയരത്തുനിന്ന് വീണിട്ട് കല്ലിൽ ഇടിച്ചിട്ട് ചതഞ്ഞതൊക്കെ ആവും. പക്ഷെ എന്നാലും നമുക്കൊരു പേടിയാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം ക്ലിയർ ആയിട്ടുള്ള മാങ്ങനെ നോക്കിയിട്ട് എടുക്കലുള്ളൂ. ആ കാണുന്നത് ഒരു കിണറാട്ടോ. അതിൻ്റെ അടുത്തേക്ക് പോകാൻ പേടിയാണ്. ഇതിനെ കുറേ ദൂരത്ത് നിന്നിട്ടാണ് കാണിക്കണത് കേട്ടോ. അത് ആകെ പൊന്തൊക്കെ പിടിച്ചിട്ട് കിടക്കുകയാണ്. ഇനിയിപ്പോൾ അത് ക്ലിയർ ആക്കി എടുത്തിട്ട് വേണം ഈ വീട്ടിലേക്കുള്ള വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല വെള്ളമുള്ള കിണർ തന്നെയാണ് കേട്ടോ. മണ്ണിടിഞ്ഞിട്ട് ആകെ തൂർന്ന് കിടക്കുകയാണ്. ഇപ്പോൾ ഈ വീട്ടിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യത്തിനുള്ളതൊക്കെ എടുക്കുന്നത് പണിക്കാരുണ്ടാകുമ്പോഴൊക്കെ എടുത്തുന്നത് ഈ ഞങ്ങൾ എത്തുള്ള ഒരു പറമ്പിലൊരു കിണറുണ്ട്. അത് ഇപ്പോൾ അവരോട് ചോദിച്ചിട്ട് ക്ലിയർ ആക്കിയിട്ട് മണ്ണൊക്കെ എടുത്തിട്ട് നല്ല ക്ലിയർ ആക്കിയിട്ട് നല്ല ഫ്രഷ് വെള്ളമാക്കിയിട്ടാണ് കേട്ടോ. അതിൽ നിന്ന് മോട്ടർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നാണ് കേട്ടോ മോട്ടറൊക്കെ അടിച്ചിട്ട് വെള്ളം എടുക്കുന്നത്. പണിക്കാരുണ്ടാകുമ്പോഴൊക്കെ അതിൽ നിന്ന് തന്നെയാണ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നത്. ആ പറമ്പിൽ വീടൊന്നുമില്ല കേട്ടോ, ആരും താമസിക്കണമൊന്നുമില്ല. അങ്ങനെ പറമ്പായിട്ട് തന്നെ ഇട്ടിക്കുകയാണ്. തേക്കോളാണ് കേട്ടോ, നിറയെ തേക്കോളാണ്. പിന്നെ ഈ കാണുന്നതും ഞങ്ങളെ പറമ്പ് തന്നെയായിരുന്നു കേട്ടോ. അത് എൻ്റെ കല്യാണത്തിൻ്റെ നേരത്ത് വിറ്റതാണ്. ഇപ്പോൾ പണ്ടെടുക്കാനൊക്കെ വേണ്ടിയിട്ട് കടം പറയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിറ്റിട്ട് കാശാക്കി അതുകൊണ്ട് പണ്ടെടുത്തു. ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു അത് വിൽക്കേണ്ടി ഉണ്ടായിരുന്നില്ല. അന്നേരമൊക്കെ കടം വാങ്ങിയിട്ട് പണ്ടെടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, വിറ്റുപോയി.
ഇപ്പോൾ തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത മുതലിന് 2 ഇരട്ടി കൊടുത്താലും തിരിച്ചു കിട്ടില്ല, അമ്മാതിരി വിലയാണ് പറയണത്. പിന്നെ ഇതാ വീടിൻ്റെ ഒരു സൈഡിൽ തന്നെ കേട്ടോ മുക്കട്ടപ്പഴം അങ്ങനെ എന്തോ ആണ് അതിന് പറയുക. നമ്മൾ കുറേ തിന്നിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ നല്ലോണം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ഇതിന് അതിൻ്റെ കല്യാണം കഴിച്ച വീട്ടിൽ ഇതിന് പറയണത് എന്തോ ഉമ്മ പറയും ചവിട്ടാപ്പൊട്ടിയോ അങ്ങനെ എന്തോ ഒരു പേര് പറയും കേട്ടോ. പാടത്തു നിന്നൊക്കെ പൊട്ടിച്ച് കൊണ്ടുവരലുണ്ട് ഉമ്മ. ഇതിപ്പോൾ ഇവിടെ നല്ലോണം പടർന്നുണ്ടായിരിക്കുന്നത്. ഞങ്ങൾ ചെറുപ്പത്തിൽ ഇത് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ തൊടിയിൽ. പിന്നെ അങ്ങനെ പൊന്തൊക്കെ വെട്ടലോടങ്ങിയതിന് ശേഷം അങ്ങനെ പറ്റന്നെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വീണ്ടും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പൊഴുത്തോ നോക്കിയിട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ പഴത്തിൻ്റെ പുറത്തുള്ള ഈ ഒരു തൊലി ഭയങ്കര സ്മെല്ലാട്ടോ. പക്ഷേ ഇതിന് ഈ കായ ഉണ്ടല്ലോ, ഈ കായൻ്റെ ഉള്ളിലുള്ള കഴിക്കാൻ പറ്റണ കുരുകളുണ്ടല്ലോ, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല പഴുത്ത നല്ല മധുരമുണ്ട്, ഒരു കൊഴുപ്പോട് കൂടിയിട്ടാണ്. അതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പേര് ഇതിന് വന്നിട്ടുണ്ടാവുക. എന്തോ അറിയൂല, ഇതിന് എന്താണ് ഒറിജിനൽ പേരൊന്നും എനിക്കും അറിയൂല. ആരോട് ചോദിച്ചിട്ടും ഇല്ല കേട്ടോ ഞാൻ ശരിക്കുള്ള പേരെന്താണെന്ന്. പലയിടത്തും പല ഇതൊക്കെ പറയുന്നുണ്ടാവുക. ആ ഒരു പേര് ഇനി വീണ്ടും എടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കണില്ല, അതുകൊണ്ട് മുണ്ടടിയില്ല. സൗണ്ടിന് ചിലപ്പം ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടാവും കേട്ടോ. നീരിറങ്ങിയിട്ട് തൊണ്ടയൊക്കെ ആകെ അടഞ്ഞിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെതായൊരു റിസ്ക് ഉണ്ട് സൗണ്ട് തരുമ്പോൾ, ഒരു കരകരപ്പുണ്ട് കേട്ടോ. നോമ്പിന് 30 ദിവസം ഐസ് വെള്ളം കുടിച്ചതല്ലേ, ഇപ്പോഴും ഐസ് വെള്ളം തന്നെയാണ് കുടിക്കാനും ഇഷ്ടം. അത് കുടിച്ചാലേ ദാഹം മാറണുള്ളൂ കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുടിക്കണതുകൊണ്ടാക്കാരം നീരിറങ്ങിയിട്ട് തൊണ്ടയ്ക്ക് ആകതായിട്ടുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നത് സൗണ്ട് തരുമ്പോഴേ ക്ലിയർ ആയിട്ട് കിട്ടണില്ല. പിന്നെ ഇതാ വീടിൻ്റെ മറ്റേ സൈഡിൽ ഉമ്മ ഓരോ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. റോസ് കൊമ്പ് വരെ അവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. മുളക്, വെണ്ടക്ക, തക്കാളി, ചീര, പയർ, അതിൻ്റെ ഇടയിൽ പുല്ലും മുളച്ചിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഉമ്മ അതിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. വഴുതനങ്ങ ഉണ്ട് അതിൻ്റെ ഇടയിൽ. അതിൻ്റെ ഇടയിൽ കൂടെ പുല്ല് മുളച്ചിട്ട് ഏതാണെന്ന് തിരിച്ചറിയില്ല. എങ്ങനെയായാലും ഉമ്മ രാവിലെ വന്നിട്ട് എന്ന് നനക്കണ കാണാം. പിന്നെ ആ കാണുന്നത് ഇക്കാക്കാൻ്റെ വീടാണ്. ഇക്കാക്കാൻ്റെ വീടിൻ്റെ പുറകുവശമാണ് ഇട്ടത്. അവിടെ കുറേ വാഴകൾ ഉണ്ടായതുകൊണ്ട് ശരിക്കും കാണൂല. ഇക്കാക്കാൻ്റെ വീട് ഉയരത്തും അനിയൻ്റെ വീട് താഴത്തും കേട്ടോ. ഒരുപോലെയുള്ള സ്ഥലമായിരുന്നു. പിന്നെ കാക്ക റോട്ടിൽ നിന്ന് വണ്ടി കറക്റ്റായിട്ട് വരുന്ന രൂപത്തിൽ മണ്ണിട്ട് ഉയർത്തിയപ്പോൾ നല്ലോണം ഉയരത്തായി പോയിട്ടോ. കുട്ടികളിത് മാങ്ങ പെറുക്കിയതും ഞാൻ ആ നേരത്തെ പിടിച്ച പഴം ഉണ്ടല്ലോ ചവിട്ടാപ്പൊട്ടിയോ എന്തോ സാധനം, അതുമൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുമ്മ നനക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും മോട്ടർ അടിച്ച് നനക്കണ്ടല്ലോ കരുതിയിട്ട് 2 ദിവസം കൂടുമ്പോഴൊക്കെ മോട്ടർ അടിക്കുള്ളൂ. പിന്നെ ഈ ഡ്രമ്മൊന്ന് മുക്കി നനക്കലാണ്. അവൾ ആദ്യം ഒരു പൊടിയാണ് എൻ്റെ ഇലയിലാണ് കേട്ടോ മാങ്ങയും ചോട്ടാപ്പൊട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് കീറിയതിന് ശേഷം എന്താ ഒരു വാഴയില നോക്കിയിട്ട് വലുത് നോക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഈ കാണുന്നത് കാക്കാൻ്റെ വീടിൻ്റെ ചോട്ടിലുള്ള അണ്ടർഗ്രൗണ്ടാണ്. മണ്ണിട്ട് ഉയർത്തിയപ്പോൾ ഒരുപാട് ഉയരം വന്നപ്പോൾ വീട്ടിലേക്ക് പുറത്തേക്കുള്ള ബാത്റൂം ഉണ്ടാക്കാനോ വിറകിടാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ 2 വീട്ടിൽ നിന്നും വിറകിടാനും ബാത്റൂമൊക്കെ ആ ഒരു സംഭവം തന്നെ മതി. ഇനിയിപ്പോൾ ഈ ഒരു വീട്ടിൽ നിന്ന് വേണമെങ്കിൽ അയക്കും അതിലേക്ക് പോവാം കേട്ടോ. പിന്നെ എന്താ ചക്കോള് നല്ലോണം ഉയരത്താണ് നിൽക്കുന്നത്. നേരത്തെ മാങ്ങ നിൽക്കുന്നതും അതിൽ ഉയരത്താട്ടോ. വിമാനത്തിൽ കയറിയിട്ട് വേണം മാങ്ങയൊക്കെ പൊട്ടിക്കുകയാണെങ്കിൽ. അത്ര ഉയരത്താണ് മാങ്ങ നിൽക്കുന്നത്. മുച്ചിമേൽ നാടൻ മുച്ചിയാണ് കേട്ടോ. നല്ല മണാണ്. മുട്ടിക്കുടിയനായിട്ട് മണി കുടിക്കുക. അത്രയും നല്ല മണാട്ടോ മാങ്ങക്ക്. നല്ല മണാണ്, പക്ഷെ നല്ല പുളിയുണ്ട്. മധുരം ഉണ്ടെങ്കിലും കൂടിയിട്ട് നല്ല പുളിയും ഉണ്ട് കേട്ടോ. പഴുത്ത മാങ്ങ വേണമെങ്കിൽ കറിയിലിടാം, അമ്മാതിരി പുളിയാണ്. മണം കേട്ടാലോ മാങ്ങ ഒഴിവാക്കൂല കേട്ടോ. നല്ല ടേസ്റ്റുള്ള മണമാണ്. പക്ഷെ പൊട്ടിക്കാനൊരു മാർഗ്ഗമില്ല. കുഞ്ഞ മാങ്ങ കണ്ണി മാങ്ങയിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഇടല്ലോ കടുമാങ്ങ ഇടാൻ നല്ല ടേസ്റ്റ് കേട്ടോ. പക്ഷെ കിട്ടൂല. എന്താ കേട്ടോ വിമാനം മേടിക്കണം, സ്വന്തമായിട്ട് വിമാനം വാങ്ങിയിട്ട് വിമാനത്തിൽ കയറിയിട്ട് പൊട്ടിക്കുക, എന്നാലേ ഇപ്പം നടക്കുകയുള്ളൂ. പിന്നെ ഇതാ വീട്ടിലെത്തി. വീടിൻ്റെ മീൻ കറിയിൽ തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ നന്നാക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് മീനിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ പുറകിലായിട്ടാണ് വാഷിംഗ് മെഷീനൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഡാർപ്പായ വലിച്ച് കെട്ടിയിട്ട്. പിന്നെ ഇതിങ്ങനെ സൈഡിൽ ഞങ്ങളെ പഴയ പീടിയ പൊളിച്ചിട്ടുള്ള ഓടകളാണ് കേട്ടോ ഈ കാണുന്നത്. അതിങ്ങനെ അട്ടിക്ക് വെച്ചിട്ടാണ്. ഈ പുറകിൽ നല്ല തണുപ്പാട്ടോ. ഇവിടെ പ്ലാവ്, മൂച്ചി, പിന്നെ ഒരു വെൽവെറ്റ് ആപ്പിൾ പറഞ്ഞിട്ടൊരു മരം ഉണ്ട്. അതിൻ്റെയൊക്കെ തണലോണ്ട് നല്ല തണുപ്പാട്ടോ. ഉമ്മ ഇവിടെ മീനുകൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിക്ക് കാണിച്ചു കൊടുക്കണം എന്നിട്ട് നോക്കിയപ്പോൾ അവർ വരുന്നില്ല കേട്ടോ. അവർക്ക് തിന്നാൻ കിട്ടിയതോട്ട് മണ്ടിയിക്കണേ. പിന്നെ ഇട്ട് കൊടുത്തപ്പോൾ വരുന്നില്ല. പിന്നെ വെള്ളം കലങ്ങിയ മരിക്കഴിക്കുന്നുണ്ട്, പച്ച കളറായിക്കണം. അത് കാരണം കാണണമില്ല. നല്ലോണം അടുത്ത് വന്നാലേ കാണുള്ളൂ. ഞാനിതാ പേരൊക്കെ പൊട്ടിക്കുക കേട്ടോ. ഒരു മുകളിൽ ഒരു മഞ്ഞ കളറായിട്ട് പേരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിക്കുകയാണ്.
നല്ല വലിയ പേരക്ക വിട്ടത്. ഇതിപ്പോൾ വെയിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാടിയിട്ട് പൊഴുക്കാണോ എന്തോന്ന് അറിയില്ല, പെട്ടെന്ന് തന്നെ മഞ്ഞ കളറായി വരട്ടെ. നല്ല പഴുത്തിട്ട് വലിയ പേരക്കായിരുന്നു കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ കിലോ ബാജി പേരക്ക മേടിക്കില്ല, അതേമാതിരി നല്ല വലുപ്പത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നതൊക്കെ. ഇപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ടാണ് തോന്നുന്നത് അങ്ങനെ അങ്ങോട്ട് വലുതാവണില്ല. വർഷക്കാലമായ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ തൊടിയിൽ നിന്നൊക്കെ വന്നതിന് ശേഷം കേട്ടോ പുട്ടുണ്ടാക്കണത്. പുട്ടിന് പൊടിയൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ചൂടോട് കൂടിയിട്ട് പുട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാതെ പോയതായിരുന്നു. അപ്പോൾ മീൻകറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇനി പുട്ടുണ്ടാക്കാമല്ലോ എന്ന് കരുതി പുട്ടുണ്ടാക്കാൻ നിന്നാണ്. ഗ്യാസുമ്മലാണ് കേട്ടോ പുട്ടുണ്ടാക്കണത്. അടുപ്പത്തേക്ക് ഇനി പോകില്ല, കാരണം മുറ്റത്ത് വെയിലാവാനായിക്കണേ. ഇനിയിപ്പോൾ അടുപ്പത്തേക്ക് പോകില്ല. ഇനി മീൻ പൊരിക്കലും പുട്ടുണ്ടാക്കലും ഗ്യാസുമ്മല കേട്ടോ കഴിക്കണത്. ഇനിയിപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിലും ഒരു ഉപ്പേരിയല്ലേ, അതും ഗ്യാസുമ്മ ഉണ്ടാക്കാം കേട്ടോ. അല്ലാണ്ട് മുറ്റത്ത് പോയിട്ട് വെയിൽ കൊണ്ടിട്ട് ഉണ്ടാക്കാൻ നടക്കൂല. വെയിൽ വന്നിട്ടൊന്നുമില്ല, പക്ഷെ നല്ല ചൂടുണ്ടാവും കേട്ടോ. അപ്പോൾ മുറ്റത്ത് അങ്ങനെ നിൽക്കൂല. പിന്നെ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കയറാലോ എന്ന് കരുതിയിട്ട് നേരത്തെ പണികൾ കഴിക്കാനും നോക്കും. പുട്ടുപൊടി വാങ്ങിയിട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കണത്. ആ പുട്ടിന് വേറൊരു ടേസ്റ്റാണല്ലോ, നമ്മൾ പുട്ടുപൊടി വാങ്ങിയിട്ടുള്ള പുട്ടിന്. അല്ലെങ്കിൽ പിന്നെ പുഴുങ്ങലരി കുതിർത്ത് പൊടിപ്പിച്ചിട്ടുള്ള പുട്ടുണ്ടാക്കിയെടുക്കണം, വറുത്തെടുത്തിട്ടുള്ള. അങ്ങനെ സാധാ അരിപ്പൊടി ഉണ്ട് പുട്ടുണ്ടാക്കണേക്കാട്ടിലും ടേസ്റ്റ് ഇങ്ങനെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പുട്ടുപൊടി മേടിക്കൽ തന്നെ കേട്ടോ നല്ലത്. അതാകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ചെയ്യും, കട്ടയില്ലാത്ത പുട്ടായിട്ട് നല്ല ഇഷ്ടമാവും കേട്ടോ. പിന്നെ അതാ ഉമ്മ അവിടെയൊക്കെ നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, കവുങ്ങും വാഴയൊക്കെ നനച്ച് കൊടുക്കുന്നുണ്ട്. മോള് താത്തായിരുന്നു പെറുക്കി കൊണ്ടുവന്ന മാങ്ങ സുർക്കയും മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നേരത്തെ പറഞ്ഞ പഴം. ഈ ഉള്ളിലത്തെ ഈ ഒരു കുരു കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. ചെറിയൊരു പഴമാണ് കേട്ടോ, പക്ഷേ സംഭവം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ എന്തിൻ്റെ ടേസ്റ്റാണെന്ന് ചോദിച്ചാൽ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടല്ലോ, ഫാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ അടുത്ത് കൂടെ പോയിട്ടുണ്ട് ചെറുതായിട്ട്. ഇതിപ്പോൾ ഇപ്പോഴൊന്നും ആൾക്കാർക്കൊരു വില ഉണ്ടാവില്ല, പിന്നെ കുറേ കഴിയുമ്പോൾ പണ്ട് ഞെട്ടങ്ങക്ക് ഭയങ്കര റേറ്റ് ആയിട്ട് കണ്ടിരുന്നില്ലേ മാർക്കറ്റിൽ, ഭയങ്കര വില. അതേപോലെ കരം ഇത് കുറേ കഴിയുമ്പോൾ ഇതും അങ്ങനെ മാളിലും മാർക്കറ്റിലൊക്കെ വരും. അപ്പോൾ അപ്പോഴാവും നമ്മളിത് പണ്ട് തൊടിയിൽ ചവിട്ടി കളഞ്ഞിരുന്ന സംഭവമാണല്ലോ എന്ന് പറയുക. പിന്നെ എന്താ കുട്ടികളത് ഇരുന്നിട്ട് അവിടെ കഴിക്കുന്നുണ്ട്. ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേപ്പിൻ്റെലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഞാൻ മീനിൽ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല, മീനിൽ തന്നെ ചതച്ചിട്ടാണ് മസാല കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് കടൽക്കണ്ണനാണ് കേട്ടോ മീൻ. ഇതിനും ചിലപ്പം വേറെ എന്തെങ്കിലും പേരുണ്ടാവും കേട്ടോ, അതൊന്നും എനിക്കറിയൂല. പിന്നെ ഈ ഒരു കടൽക്കണ്ണന് വല്ലാണ്ട് ആർക്കും ഇഷ്ടമൊന്നുമില്ല, പക്ഷെ ഒരു മീനും ഇല്ലെങ്കിൽ ഇതും കൂട്ടും, അത്രേ ഉള്ളൂ. പിന്നെ ഇന്ന് മീൻകാരൻ്റെ അടുത്തുണ്ടായിരുന്നത് വത്തളും കൂന്തളുമാണ്. അതൊക്കെ നല്ല ചെറിയ കൂന്തളും വത്തളുമാണ് കേട്ടോ. അപ്പോൾ അത് മേടിക്കണേക്കാട്ടിൽ നല്ലത് ഇതാണല്ലോ എന്ന് കരുതിയിട്ട് ഇപ്പോൾ ഇത് വാങ്ങിയതാണ്. അങ്ങനെ എന്താ മീനൊക്കെ പൊരിക്കാനിട്ടിട്ടുണ്ട്. നല്ല വലിയ ഫ്രൈ പാനൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് പൊരിച്ചെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു ഫ്രൈ പാനിലേക്ക് കൊള്ളാനുള്ള മീൻ തന്നെ ഉണ്ടായിട്ടുള്ളൂ, അപ്പോൾ ഞാനിത് ഒരുമിച്ച് ഇട്ടിട്ടുണ്ട്. ഫ്രൈ പാനിൽ ആ മീൻ പൊരിക്കണമെന്ന് വെച്ചാൽ നല്ല വൃത്തിക്ക് പൊരിച്ചെടുക്കുക കേട്ടോ. പിന്നെ എന്താ ഉമ്മ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് ഫുള്ളായിട്ട് മുറ്റടിക്കണില്ല കേട്ടോ, വെയിലായിലൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി മറ്റുള്ള സൈഡ് ഫ്രണ്ട് സൈഡിലൊക്കെ നല്ലോണം വെയിലേക്കാണ്, അപ്പോൾ അങ്ങോട്ടൊന്നും മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പോകണില്ല. ഇനി അടുക്കള ഭാഗം മാത്രം മുറ്റടിക്കണുള്ളൂ. ഇതാണ് കേട്ടോ ഞങ്ങളെ വീട്ടിലത്തെ കിണർ. നല്ല വലിയ കിണറായിരുന്നു, പക്ഷെ റിങ് ഇറക്കിയപ്പോൾ ചെറിയതായി പോയി. റിങ് ഇറക്കണ ഇതിൻ്റെ വലിയ അച്ചില്ല പറഞ്ഞു, അപ്പോൾ ചെറിയ റിങ്ങിൻ്റെ അച്ഛ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ചെറിയ റിങ്ങിൻ്റെ അച്ഛന് വാർത്തിട്ട് അങ്ങനെ ചെറിയ കിണറായി പോയിട്ട് നല്ല വട്ടുള്ള വലിയ കിണറായിരുന്നു. ആദ്യം വെട്ടുകല്ലുകൊണ്ട് പടുത്തിട്ടായിരുന്നു, പിന്നെ ഉള്ളൊക്കെ ഇടിഞ്ഞിട്ട് ഉള്ളിലൊക്കെ ഗുഹ പോലെ ഇങ്ങനെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, മട പോലെ ഗുഹ പോലെയൊക്കെ ഇങ്ങനെ പോയിട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പോവുക. അങ്ങനെ എന്താട്ടി റിങ് ഇറക്കിയിട്ട് ഉള്ളിലേക്കൊക്കെ മണ്ണ് നിറച്ചിട്ട് തൂർത്തതാണ്. അപ്പോൾ റിങ് ഇറക്കണോലത്ത് ചെറിയ അച്ചായതുകൊണ്ട് ഞങ്ങളെ കിണർ ചെറുതായിപ്പോയി. 4 റിങ്ങാറ്റ വെള്ളമുണ്ട്, 22-23 റിങ്ങാണ് കേട്ടോ പടവടക്കുള്ളത്. അങ്ങനെ ഞങ്ങളിതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് എല്ലാവരും കൂടെ. പുറത്തടുക്കളയിലാണ് കേട്ടോ ചായ കുടിക്കണത്, വടക്ക് ഏരിയയിൽ. അപ്പോൾ ടേബിൾ ഫാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. എന്നാൽ പിന്നെ ചൂടൊന്നും എടുക്കാണ്ട് ചായ കുടിക്കുക, ഫാൻ ഉണ്ടെങ്കിൽ. അമ്മക്ക് ചേർത്ത് അത്ര വേണ്ട അമ്മക്ക്, നമുക്ക് ആ ചെറുത് മതി.
ओए छोटा छोटा इनका കൊടുത്തോ ഇടയ്ക്ക് ഇപ്പപ്പേ ഇപ്പപ്പ ഇത് ഉമ്മാമേന്ന് ബാത്റൂമിനവിടെ നായ ഉമ്മ ഇടിച്ചക്കൊക്കെ ഇവിടെ തന്നെ നിന്നിട്ട് നന്നാക്കും കേട്ടോ. അതിൻ്റെ മുകളിൽ ഓട് അട്ടിയിട്ടതിൻ്റെ മുകളിൽ ഒരു പലക ഉണ്ട്. ആ പലകൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് കൊത്തിയിട്ട് തൊലിക്ക് കളയുന്നുണ്ട്. ഈ കാണുന്നതാട്ടോ വെൽവെറ്റ് ആപ്പിൾ. ഇനി വേറെ എന്തോ ഒരു പേര് പറയും കേട്ടോ. ഇതിപ്പോൾ പൂവിട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിപ്പോൾ കായായാൽ നല്ലൊരു മഞ്ഞ കളറുള്ള പഴക്കരം. ഇത് പൊഴുത്താലാണ് കേട്ടോ മഞ്ഞ കളറ്. പഴുത്ത പഴം പൊടിച്ചിട്ട് ഫ്രീസറിലൊക്കെ വെച്ചിട്ട് കഴിക്കാനായിട്ടോ ടേസ്റ്റ്. ഇതൊരു ചക്ക പഴുത്തത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പോലെ മൂത്തിട്ട് പഴുത്തതല്ല, നല്ല വെയിൽ കൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ നല്ല മൂക്കാണ്ട് പെട്ടെന്ന് തന്നെ പഴുത്ത് വരുമല്ലോ. വാടിയിട്ടുമില്ല എന്നാൽ നല്ല മധുരമുണ്ട് കേട്ടോ. അങ്ങനെ പഴുത്തതാണ്. ഇപ്പോൾ ഇടിച്ചൊക്കെ ഇട്ടിട്ടുള്ള ചക്ക നല്ല വലിയ ചക്ക കേട്ടോ. അത് വർഷക്കാലത്താണ് പഴുക്കുക. നല്ല വലിയ ചക്കക്കരം, നല്ല വലിയ ചുളക്കെ ഇട്ട് വരിക്കച്ചക്ക തന്നെ കേട്ടോ. എല്ലാതും പഴഞ്ചക്ക അല്ല കേട്ടോ. ഈ വീട്ടിൽ നല്ല അങ്ങനെ പഴുത്തിട്ട് ഇങ്ങനെ അളിപ്പിലായിട്ടുള്ള ചക്ക ഉണ്ടാവില്ല, അത് ഞങ്ങളെ വീട്ടിലില്ല കേട്ടോ. അങ്ങനെ ഞാനിതാ തുടക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തുടക്കാനും കുളിക്കാനും കൂടി ഉള്ളൂ. കുട്ടികളെ കുളിക്ക് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറ്റിക്കണേ. ഇനിയിപ്പോൾ ഞാനും ഉമ്മയും കൂടെ ഇട്ടോ കുളിക്കാൻ. ഞങ്ങളും കൂടെ കുളി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറും. പിന്നെ പുറത്തേക്ക് ഇപ്പോഴൊന്നും ഇറങ്ങൂല കേട്ടോ. ആദ്യം ആരെ ചോറിക്കണം? എന്ത് പാത്രം? ഇതാ ഡോക്ടർ സെറ്റിന്റെ ബോക്സ് ഇട്ട്. അതെന്റെ കയ്യിലാണ്, അത് വലിയ പാത്രം ആയിരിക്കണേ. പാത്രല്ലേ? നീ ചോറ് കൂടെ അപ്പൊ ഇങ്ങനെ അടുത്ത് കാണിച്ചരാ. നന്നാണ്ടിക്കുന്ന കളിക്കണ സാധനങ്ങൾ എടുത്താ ചോറ് കഴിക്കാറിനല്ലോ. ഫസ്റ്റ് തുള്ളാരോ എന്താ അനക്ക് പാത്രം കിട്ടാൻ കേട്ടോ. അനക്ക് ആ ആദ്യം തോനെ പാത്രം കിട്ടിയത്. സ്റ്റൗ എവിടെ? അങ്ങനെ ഞാനിതാ മക്കൾക്ക് കളിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ട് ചോറ് കൊടുക്കണ്ട. അപ്പോൾ മീൻ പൊരിച്ചത്, മീൻ കറി, ഇടിച്ചക്കപ്പേരിയും പപ്പടം ഉണ്ട്. പിന്നെ പുളിഞ്ചി മാങ്ങച്ചാറൊക്കെ ഉണ്ട്. അതൊന്നും മക്കൾക്ക് എടുത്തിട്ടില്ല. അപ്പോൾ അവർക്ക് ഒരുപോലത്തെ കളിക്കുന്ന സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അടിയാണ് കേട്ടോ. ഇതിപ്പോൾ ആങ്ങളുടെ മോളെ കളിക്കുന്ന സാധനങ്ങളാണ്. അവർക്ക് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് കളിക്കുന്ന സാധനങ്ങളാകുമ്പോൾ ഒരുപോലത്തെ ഉണ്ടാവില്ലല്ലോ. ഇവർക്ക് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുപോലെ ഉള്ളത് മേടിക്കട്ടെ. കളർ ഒരുപോലെ നോക്കിയിട്ടാണ് മേടിക്കുക. കിട്ടാണ്ടാവുമ്പോഴേ കേട്ടോ കളർ വ്യത്യാസം ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അടിയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തന്നിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.